السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد. أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك بأن الله يولج الليل في النهار ويولج النهار في الليل وأن الله سميع بصير. അൽ-ബസ്വീറ ഖുർആൻ പഠനവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജ്, അതിലെ 61-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. പതിവ് പോലെ ആദ്യമായി അതിലെ പദങ്ങളും പാരായണവും ശ്രദ്ധിക്കുക. ഹ്രസ്വമായ ഒരായത്താണ്. ذَلِكَ بِأَنَّ اللَّهَ يُولِجُ اللَّيْلَ فِي النَّهَارِ وَيُولِجُ النَّهَارَ فِي اللَّيْلِ وَأَنَّ اللَّهَ سَمِيعٌ بَصِيرٌ. അവിടെ ഐനിൻ്റെ ലംബ തൻവീൻ ഇഖ്ലാബിൻ്റെ സ്ഥാനത്താണ്. തൻവീനിലെ നൂനിനെ മീമാക്കി മറിച്ചാണ് മൊഴിയേണ്ടത്. രണ്ട് ലൊമ്മിന് പകരം ഒരു ലൊമ്മും ഒരു മീമുമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അവിടെ സമീഉൻ എന്നല്ല വായിക്കേണ്ടത്, സമീഉം എന്ന് ചുണ്ടുകൂട്ടിയാണ് വായിക്കേണ്ടത്. ذَلِكَ بِأَنَّ اللَّهَ يُولِجُ اللَّيْلَ فِي النَّهَارِ وَيُولِجُ النَّهَارَ فِي اللَّيْلِ وَأَنَّ اللَّهَ سَمِيعٌ بَصِيرٌ. കഴിഞ്ഞ ആയത്തിൽ അതിക്രമത്തിന് വിധേയരാകുന്നവർക്ക് അള്ളാഹു അവരെ തീർച്ചയായും സഹായിക്കും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ ക്ഷമാശീലനുമാണ് എന്ന് പരിചയപ്പെടുത്തുകയുണ്ടായി. അതിനെ തുടർന്ന് അള്ളാഹു എന്തുകൊണ്ടാണ് അള്ളാഹുവിന് കഴിയുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ ആയത്തിൽ നമ്മെ ഉണർത്തുന്നത്. ذَلِكَ അതെന്തുകൊണ്ടെന്നാൽ بِأَنَّ اللَّهَ يُولِجُ اللَّيْلَ فِي النَّهَارِ അള്ളാഹുവാണ് രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നതും وَيُولِجُ النَّهَارَ فِي اللَّيْلِ പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നതും അള്ളാഹുവാണ്. എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു. ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയ അള്ളാഹുവിന് മദ്ലൂമിനെ, അക്രമത്തിന് വിധേയനായവന് സഹായിക്കുവാൻ ഒരു പ്രയാസവും ഉള്ള കാര്യമല്ല. അള്ളാഹു അവരെ സഹായിച്ചിരിക്കും എന്നുള്ള ഉറപ്പാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു നൽകിയത്. സഹായം ലഭിക്കുവാനുള്ള അർഹത നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് സഹായം ലഭിക്കുവാൻ നിമിത്തമാകുന്ന കാര്യം. യുദ്ധമുഖത്താണെങ്കിൽ പോലും ഇങ്ങോട്ട് അതിക്രമത്തിന് വിധേയനായവരെ തദനുസാരം അവരോട് പ്രതികാരം ചെയ്യുവാൻ യുദ്ധാനുമതിയോടുകൂടി മുസ്ലിങ്ങൾക്ക് അനുമതി ലഭിച്ചു. അങ്ങനെ പ്രതികാരം ചെയ്തതിന് ശേഷവും വീണ്ടും അവർ പ്രത്യാക്രമണം നടത്തുകയോ അവരുടെ മേൽ അതിക്രമം കാണിക്കുകയോ ഒക്കെ ചെയ്താൽ അവിടെ അള്ളാഹു അവരെ സഹായിക്കുവാൻ കഴിവുള്ളവനാണ്. അള്ളാഹു അവരെ സഹായിക്കുമെന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു ഉണർത്തിയത്. അക്കാര്യമാണ് ഇവിടെ. എന്തുകൊണ്ട് അള്ളാഹുവിന് കഴിയുന്നു? അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. بِأَنَّ اللَّهَ يُولِجُ اللَّيْلَ فِي النَّهَارِ അള്ളാഹു ആണ് രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നത്. وَيُولِجُ النَّهَارَ فِي اللَّيْلِ പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നതും അള്ളാഹുവാണ്. وَأَنَّ اللَّهَ سَمِيعٌ بَصِيرٌ وَأَنَّ اللَّهَ ഉറപ്പായും അള്ളാഹു സമീഉൻ ബസീർ എല്ലാം
കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വഅദ അവൻ പാലിക്കുക തന്നെ ചെയ്യും എന്നർത്ഥം. ദാലിക അതെന്തുകൊണ്ടെന്നാൽ ബി അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാർ, അള്ളാഹുവാണ് രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുന്നതും. ദാറ്റ് ഈസ് ബിക്കോസ് Allah causes the night to enter the day. यह इसलिए है कि अल्लाह रात को दिन में दाखिल करता है. वयूलिजुन नहार फिल लैल, പകലിനെ രാവിൽ പ്രവേശിപ്പിക്കുന്നതും. ആൻഡ് ഹീ കോസസ് द डे टू एंटर द नाइट, और दिन को रात में दाखिल करता है. വഅന്ന അല്ലാഹ സമീഉൻ ബസീർ, നിശ്ചയമായും അല്ലാഹുവാണ് എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും. ആൻഡ് ഇൻഡീഡ് അല്ലാഹ് ഈസ് ഓൾ ഹിയറിംഗ് ഓൾ സീയിങ്, और निश्चय ही अल्लाह सब कुछ सुनने वाला सब कुछ देखने वाला है. ഹ്രസ്വമായ ഒരു ആയത്താണ്. നന്നായി പഠിക്കുക. അതാത് ദിവസത്തെ പാഠഭാഗങ്ങൾ അതാത് ദിവസം തന്നെ പഠിക്കുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.